ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നിങ്ങളൊക്കെ നാട്ടിലെങ്ങനെയാണ്? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ വയനാട്ടിൽ നല്ല മഴയാണ് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷമാണ് നമ്മുടെ വയനാട്ടിലാണല്ലേ ഉരുൾപൊട്ടലുണ്ടായിട്ട് എത്ര പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ എത്ര ആളുകളാണല്ലേ മരിച്ചു പോയത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. മഴ ആർക്കും ഒരു ഉപദ്രവമാവാത്ത രീതിയിൽ റഹ്മത്തായിട്ട് തന്നെ എല്ലാവർക്കും റഹ്മത്തിൻ്റെ മഴ എല്ലാവർക്കും ലഭിക്കട്ടെ. ആരും ഒരു അപകടത്തിലും പെടുത്താതിരിക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ മക്കളൊക്കെ മദ്രസയിലേക്ക് പറഞ്ഞയച്ച് അങ്ങനെ രാവിലെയാണ് തീ പിടിപ്പിച്ച് വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം അരി വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ അരിയൊക്കെ ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ദോശ കഴിക്കാനൊക്കെ പൂതിയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അരി അരച്ചതിനേക്കാളും അടിപൊളി രുചിയിൽ നമുക്ക് അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേതായാലും ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, കുറച്ച് സമയം തന്നെ അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലേ പിന്നെ നമ്മൾ ഇതിൽ മിക്സിൻ്റെ ജാറിലിട്ട് അരക്കാണ്ട് വെറുതെ കലക്കി ചുടുകയാണെന്നുണ്ടെങ്കിൽ ആ ദോശ എന്തായാലും റെഡിയായി കിട്ടില്ല. ഞാനങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ദോശക്കഥ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ലൂസാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കറിയാമല്ലോ നമ്മുടെ നീർദോശ എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ഒരു പരുവം എത്രയാണെന്ന്. അപ്പം ആ ഒരു രീതിയിൽ നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചർ നോക്കുമ്പോൾ എനിക്കൊന്നും കുറച്ചും കൂടെ കട്ടിയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ ഭയങ്കര തണുപ്പായ കാരണം തന്നെ നല്ല കട്ട പിടിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചരങ്ങ് മിക്സ് ചെയ്യുമ്പോൾ അതങ്ങോട്ട് അതിലേക്ക് അരിഞ്ഞിറങ്ങിക്കോളൂ അല്ലേ. അങ്ങനെ നമ്മുടെ ദോശേൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അത് അടുപ്പത്ത് തന്നെയാണ് നമ്മുടെ വിറകടുപ്പില്ല അതിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. ഗ്യാസിലൊക്കെ ചുട്ടെടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. ഞങ്ങൾ ഓട്ടട അതുപോലത്തെ നീർദോശ അതൊക്കെ നമ്മൾ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ ചുട്ടെടുക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച്. അരിയൊക്കെ അരച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അപ്പം തന്നെ പണ്ട് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയ്ക്ക് നിൽക്കാൻ തന്നെ ഒരു റാഹത്തായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാൻ അവിടെ കുറേ വേസ്റ്റ് ഇവിടെ കുറേ വേസ്റ്റ് അങ്ങനെ കാണുമ്പോഴേ നമുക്ക് പണികളെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആയ പാത്രങ്ങൾ അങ്ങനെ കഴുകി വെച്ചാൽ എല്ലാ ഭാഗത്തും ഒന്ന് വൃത്തിയായി കിടക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു റാഹത്താണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അപ്പോഴേക്കും നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളമൊക്കെ അല്ലേ, അതൊക്കെ തിളച്ച് നമുക്ക് മാറ്റി വെക്കാമല്ലോ. പിന്നെ നമുക്ക് എന്താക്കാം, അടുപ്പത്ത് ഒരു ദോശ ചൂടാൻ വേണ്ടിയിട്ട് വരിക. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജന്മമോൾ എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. ജന്മമോൾ നല്ല ഉറക്കമാണ്, നമുക്ക് തണുപ്പല്ലേ. അപ്പോൾ ഞാൻ ഉണർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് മെല്ലെ സൗണ്ട് ഉണ്ടാക്കാണ്ട് എണീറ്റ് വരുവാണ് കേട്ടോ. കുറച്ച് നേരം ഒരു 8-9 മണി വരെയൊക്കെ നന്നായിട്ട് ഉറങ്ങും. അങ്ങനെ ഞാനേതായാലും ദോശച്ചട്ടിയൊക്കെ കഴുകി ഇനിയിപ്പോൾ അത് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകാം. നമ്മുടെ ഈ വിറകടുപ്പിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. വിറകൊക്കെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. മഴ ആയത് കാരണം തന്നെ രാവിലെ കത്തി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ആ ചൂടെ തന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തി കിട്ടുമല്ലോ. ദോശ കാണാൻ തന്നെ നല്ലോണം തീയാത്ത അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ദോശ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ദോശച്ചട്ടിയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. നമ്മുടെ അടുപ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഭക്ഷണത്തിൻ്റെ രുചി നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കിയാൽ കിട്ടുമല്ലോ അല്ലേ. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഞാൻ മീൻ പൊരിക്കുന്ന സമയത്തും അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ വിറകടുപ്പിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ഗ്യാസ് അടുപ്പിലെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ടായിരിക്കും അതിന് രുചി കിട്ടില്ല. അപ്പോൾ ദോശച്ചട്ടി ചൂടായിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ചൂടായി വന്നിട്ടേ ഉള്ളൂ. ഈ ദോശ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ.
അപ്പോൾ ഏതായാലും ദോശ ചട്ടി ചൂടാവാണ്ട് ചുടുന്ന ഒരു ദോശ ഏതായാലും 2-3 ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോൾ എനിക്ക് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഈ ദോശ ശരിക്കും ചൂടോടെ കഴിക്കാനാണല്ലേ ടേസ്റ്റ്. ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയും വേണ്ട, ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ദോശ ചുടുക, കഴിക്കുക, പിന്നെയും ചുടുക, കഴിക്കുക. എൻ്റെ ലിയമോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഞാനൊക്കെ ഈ ഒരു ദോശ ചുടുന്ന സമയത്ത് അവിടെ മോളടുത്ത് തന്നെ ഇരിക്കും. ഓരോ ദോശ ചുടുന്നതിനനുസരിച്ചിട്ട് ആൾക്ക് അങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കുട്ടികൾ മക്കൾ കഴിക്കുന്നത് കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അതുണ്ടാക്കി കൊടുക്കുക അല്ലേ. അങ്ങനെയാകുമ്പോൾ അവർ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയേണ്ടി വരും കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നിർബന്ധിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് അവരിഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറൊരു ലെവലാണല്ലേ. അപ്പോൾ ദോശച്ചട്ടി എപ്പോഴും ചൂടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ദോശ നല്ലോണം തീയൊക്കെ കത്തിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അടുത്ത ദോശ ചുട്ടെടുക്കാം. എന്തായാലും മക്കൾക്ക് കൊടുക്കാമല്ലോ, നമുക്ക് ജന്നുമോൾ എണീറ്റ് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചുടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ചട്ടി അങ്ങ് നല്ലോണം ചൂടാവട്ടെ. അപ്പോഴേക്കും ഞാനെന്താ വിചാരിച്ചേ, ഏതായാലും നല്ല ചൂടോട് കൂടിയിട്ട് 2 ദോശ എടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ, അതും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും നമ്മൾ ദോശച്ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പൊന്ന് ഒഴിച്ച് അതെടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് ഒഴിച്ച് കാണിച്ചു തരാട്ടെ. ഇതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു റാഹത്താണ് ദോശ ഇടുന്ന സമയത്ത് അല്ലേ. ദോശ ഇടുന്ന സമയത്ത് ആ ചട്ടിയിലേക്ക് നല്ല ചൂടായ ചട്ടിയിലേക്ക് ആ ദോശമാവിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മളെ ദോശ പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നത് കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നാണ് ഈ മക്കൾക്ക് ലീവും കൊടുത്തിട്ടില്ല, നല്ല മഴയുണ്ട്. കണ്ടോ, ഇപ്പോഴാണ് ഒരു 4-5 ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ദോശക്കൊന്നൊരു പെർഫെക്ഷൻ വരാൻ വേണ്ടി തുടങ്ങിയത്. കാര്യമൊന്നുമല്ല, ചട്ടി ചൂടാവാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ചട്ടി ചൂടായപ്പോൾ ദോശ കണ്ട് നല്ല അടിപൊളിയായിട്ട് വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മളെ കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദോശ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ടൈം ഉച്ചക്കത്തെ ഒന്നും റെസിപ്പീൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ച് മാങ്ങയൊക്കെ ഇപ്പോൾ എന്താ പറയുക എല്ലാ വീട്ടിലും വെറുതെ പഴുത്ത് ചീഞ്ഞു പോവുകയാണല്ലേ. ഇവിടെയും അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 മാങ്ങ എടുത്തിട്ട് മക്കൾക്ക് നല്ല അടിപൊളി ഹൽവ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാങ്ങ വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോഴൊക്കെ മാങ്ങ കിട്ടാത്ത ഒരു വീടും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് മക്കൾ കഴിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂളൊക്കെ വിട്ടിരുന്ന സമയത്ത് കഴിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് എന്നല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇന്ന് രാവിലെ ഇപ്പോൾ അടിച്ചു വരാൻ വേണ്ടി പോയപ്പോൾ നല്ല പഴുത്ത 2 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ, വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയൊക്കെ അതൊക്കെ എടുത്ത് നല്ലോണം കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് അങ്ങനെ പിന്നെ അരിഞ്ഞിടുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, വലിയ മാങ്ങയായിരുന്നു. അപ്പോൾ ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് മാത്രം എടുത്തതാണ്. പിന്നെ എനിക്ക് തോന്നി ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി തികയാണ്ട് വരണമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറൊരു മാങ്ങ കൂടെ എടുത്തിട്ട് അങ്ങനെ 2 മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും വെറുതെ മാങ്ങ കളയുന്ന നേരം അത് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാവുമല്ലോ അല്ലേ. മാങ്ങ വെച്ചിട്ടാണെങ്കിലും ചക്ക വെച്ചിട്ടാണെങ്കിലും ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാവും. അതൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ വീട്ടിലെ ഒരു മായം ചേർക്കാണ്ട് നമുക്ക് വീട്ടിൽ വിശ്വസിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക, അതല്ലേ നല്ലത്. അപ്പോൾ ചക്ക വെച്ചിട്ട് ജാം ഉണ്ടാക്കാം, മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുക, അതുപോലെ ഹൽവ ഉണ്ടാക്കാം, മിഠായി ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാവും. അതിലൊക്കെ ഏതെങ്കിലുമൊക്കെ നമുക്കൊക്കെ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊരു സന്തോഷമായിരിക്കും. പക്ഷേ അവർ കഴിച്ച് കാണുമ്പോൾ നമുക്കതിനേക്കാളും കൂടുതൽ സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും അങ്ങനെ 2 മാങ്ങ അതിലേക്ക് മുറിച്ചിട്ട്, അതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ആ മാങ്ങ നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് അത് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും.
പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് അവിടെ അരക്കാൻ വേണ്ടിയിട്ട് വെച്ച് മാറ്റി വെച്ചിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവറും ഒരു 1.5 ടീസ്പൂണ് മറ്റേ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കത് മുഴുവനായിട്ട് കസ്റ്റാർഡ് പൗഡർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം, അതല്ല മുഴുവനായിട്ട് കോൺഫ്ലവർ മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇതിലിട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കോൺഫ്ലവർ മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആയിരിക്കും. കസ്റ്റാർഡ് പൗഡർ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ മാങ്ങ ഉപ്പേരി ഒരു ഗ്ലാസ് ഉണ്ടാവും, ഒരു ഗ്ലാസ്സല്ല 1.5 ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മുടെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ അത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അതുപോലെ തന്നെ നമ്മൾ അതേ അളവ് തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയിൽ ഒട്ടിപ്പിടിച്ച് ഞാൻ ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ തൊണ്ടിയിലേക്ക് ഇടുകയാണ്. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ഒരു പഞ്ചസാര അതിലേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത് കേട്ടോ. തീ വല്ലാണ്ട് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അടി എന്തായി പോവും, മാങ്ങേൻ്റെ ടേസ്റ്റ് തന്നെ മാറി അടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കരുത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് മെല്ലെ സാവധാനത്തിൽ ക്ഷമയോടുകൂടി തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പെട്ടെന്നുണ്ടായി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തീയൊക്കെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്താവില്ല, അത് അത്രക്ക് ഹൽവ റെഡിയായി കിട്ടില്ല. അപ്പോൾ പഞ്ചസാരക്കയിലേക്ക് നന്നായിട്ട് ഒരുക്കി ചേർന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും മാങ്ങയൊക്കെ നല്ലോണം മെൽറ്റായിട്ട് അത് രണ്ടും നല്ല മിക്സായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറും കൂടെ, അതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ ആണല്ലോ, അപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൈയെടുക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം. നല്ലോണം മിക്സാക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏതായാലും ഇതിപ്പോൾ ഒന്നങ്ങോട്ട് തിക്കായി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നെയ്യ് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് തിക്കായി വന്നപ്പോൾ ഞാനിതാ കുറച്ചും കൂടി നെയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. അങ്ങനെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെയും അതുപോലെ മാംഗോ പ്യൂരിൻ്റെയൊക്കെ നല്ല അടിപൊളി മണമൊക്കെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. മക്കളെ സ്കൂൾ വിട്ട് വന്നിട്ടില്ല, വരാനായി തുടങ്ങുന്നേ ഉള്ളൂ. മഴ കാണുമ്പോഴാണ് നല്ല ടെൻഷനാവുന്നതുകൊണ്ട് മക്കൾ ഇപ്പോൾ സ്കൂളിൽ പോയാലേ ഇവിടെ എത്തുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അതുകൂടി ഈ ഒരു മഴയും കൂടി ആകുമ്പം തീരെ സമാധാനമില്ല. അപ്പോൾ ഇപ്പോൾ മക്കളേതായാലും സ്കൂളിട്ട് വരുമ്പോൾ ഒരു 4 മണി 4:15 ഒക്കെ ആവും. ഇപ്പോൾ 3:30 ആവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല മഴയാണ് ഈ സമയത്തും. അങ്ങനെ ഇത് ഏകദേശം നല്ല എന്താ പറയുക തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തത്. അങ്ങനെ കൈയ്യെടുക്കാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കൈയ്യെടുത്ത് പോയാലും അതുപോലെ തന്നെ തീ ഹൈ ഫ്ലെയിമിലാക്കി പോയാലും നമ്മുടെ ഹലുവക്ക് അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇവിടെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മുടെ വെള്ള എള്ള ഉണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എനിക്കതില്ല. അപ്പോൾ ഞാനെന്താ ചെയ്തത്, നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹലുവൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു ടിപ്പി പാത്രമാണ് കേട്ടോ, സ്റ്റീലിൻ്റെ ടിപ്പി പാത്രമാണ്. അതിലേക്ക് നെയ്യൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിൻ്റെ താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഹൽവ മിക്സ് മാംഗോ പ്യൂരിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുക്കണേ.
എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ നല്ല ലെവലിലാക്കി കൊടുത്ത്, ഹൽവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അഥവാ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഫ്രീസറിൽ വെക്കരുത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടത്. മക്കൾ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തെടുത്തത്. അപ്പോൾ നമ്മുടെ ഹൽവക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് ഒന്ന് നോക്കി നോക്കാം. സംഭവം എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. വെറുതെ പറയുന്നതല്ല, സത്യമായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മാങ്ങേൻ്റെ ആ കുഞ്ഞ് ചെറുതായിട്ടുള്ള ഒരു പുളിയും അതുപോലെ മധുരം എല്ലാം നെയ്യിൻ്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഹലുവേൻ്റെ ആ ഒരു ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് സെർവ് ചെയ്ത് നോക്കാം. സെർവ് ചെയ്ത് വെച്ചതേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മക്കൾ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് മധുരമാണ്, പിന്നെ മാങ്കോൻ്റെ ടേസ്റ്റ് അതെല്ലാം കൂടെ കൂടിയിട്ട് എന്താ പറയുക, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലെന്തായാലും മാങ്ങ ഇല്ലാണ്ടിരിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളൊന്ന് അറിയിക്കും വേണം കേട്ടോ. ഞാനിതുപോലെ മാങ്ങയും ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. മക്കൾക്ക് ഒരു സന്തോഷമില്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരും കേട്ടോ, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.